അങ്ങനെ ഒരു സീനിയർ പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമ്മളൊരു സീരിയസ് പേഴ്സണായിട്ട് നമ്മളെ കാറ്റഗറൈസ് ചെയ്ത് പോകുന്നതാണ്. അത് ഈ ഒരു ടീമിനോടൊപ്പം ചേർന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ ആ ഒരു ജേണി എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ആസ് ആൻ ആക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും. മാത്രമല്ല, ഞാൻ എന്നും ഹ്യൂമർ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ്. അത് ഞാനൊരു ചാനലിൻ്റെ വൈസ് പ്രസിഡൻ്റൊക്കെ അല്ലെങ്കിൽ CEO ആയിട്ടൊക്കെ ഇരുന്നത് കൊണ്ട് ആളുകൾക്ക് അങ്ങനെ ഒരു സീനിയർ പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമ്മളൊരു സീരിയസ് പേഴ്സണായിട്ട് നമ്മളെ കാറ്റഗറൈസ് ചെയ്ത് പോകുന്നതാണ്. ഐ ഓൾവേസ് ലവ് ഹ്യൂമർ. നിങ്ങൾ ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ആദ്യ സിനിമ കൊണ്ട് നോക്കുകയാണെങ്കിൽ എല്ലാ സിനിമകളിലും ഒരു ഹ്യൂമറിൻ്റെ ഫ്ലേവർ എന്നും ഉണ്ടായിരുന്നു. അത് മങ്കിപ്പനാണെങ്കിലും അടിയപ്പേര് കൂട്ടമണിയാണെങ്കിലും ഹോം ആണെങ്കിൽ കൂടി ആ ഫ്ലേവർ അത് ബിക്കോസ് ഐ ലവ് ഹ്യൂമർ ആസ് എ ജോണർ. ഞാൻ ഹ്യൂമർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. മിഥുനറിയാം, ഓരോ ഡയലോഗ് ഞങ്ങൾ സീരിയസ് ആയിട്ട് ഞങ്ങളുടെ ലൈഫിൽ സംസാരിച്ചിട്ടില്ല. ഏറ്റവും സീരിയസ് സിനിമ ഇറങ്ങുന്നതിൻ്റെ തലേന്ന് പോലും ഞങ്ങൾ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള കോൺവെർസേഷനാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് ഞാൻ ലൈഫിനെ അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെയുള്ള സിനിമകൾ ചെയ്യാനാണ് എനിക്കിഷ്ടം.